Welcome to Thasni's kitchen. ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബറി അപ്പാണ്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബറി അപ്പാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബറി അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബറി അപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഡ്രൈ നട്ട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, കേട്, പിന്നെ കോൺഫ്ലെക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് ആൽമണ്ടും കാഷ്യൂ നട്ട്സും അല്പം പിസ്തായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പിടി എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എടുക്കുന്നത് റൈസിൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ റൈസിൻസോ അല്ലെങ്കിൽ ബ്ലാക്കും എല്ലാം എടുക്കാം, കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് കോൺഫ്ലെക്സും പിന്നെ അതിന് പുറമെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ പൊരി, അതുപോലെ തന്നെ പൊരി അവൽ, ഇതൊക്കെ ചേർത്ത ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനതൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കും ആ ഒരു യോഗട്ടിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ഈ നട്ട്സൊക്കെ നമുക്ക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സൊക്കെ ചോപ്പ് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം റൈസിൻസും കൂടെ എടുക്കാം. അതും ഞാൻ ഒരു പിടി റൈസിൻസ് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രേപ്സ് ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് പല കളറിലുള്ളത് എടുക്കാം, ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ഐറ്റം ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ഒന്നും എടുത്തിട്ടില്ല, ഈ ഒരു കളറിലുള്ള ഗ്രേപ്സാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ സീഡ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എടുക്കുന്നത് ആപ്പിളാണ്. അതും നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെല്ലാം ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റുമോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കിവി വേണമെങ്കിൽ അത് ചേർക്കാം, പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇപ്പോൾ മാംഗോ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തെല്ലാം ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും നമ്മളെ വാഴപ്പഴമായിരുന്നാലും മതി. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലിയ ബറിയപ്പാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി എടുക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും പിന്നെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ചോപ്പ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പിടി ഓട്സാണ് എടുക്കുന്നത്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നും അത്ര നിർബന്ധമുള്ള ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുക്കുന്നത് കേടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കേടിലേക്ക് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അല്പം ബദാം എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒരു യെല്ലോയിഷ് കേട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. പിന്നെ ഒരു പിസ്ത എസൻസിലുള്ള കേടും തയ്യാറാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഈ 2 ബൗളിലേക്കും അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ പല ഫ്ലേവറിലുള്ള കേട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, സ്ട്രോബെറി ഫ്ലേവറിലുള്ള കേടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജാമോ അല്ലെങ്കിൽ അതിൻ്റെ ക്രഷൊക്കെ വാങ്ങിയിട്ട് അതും ഇതുപോലെ അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് കേടിലേക്ക് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കേട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സഡ് ബെറിയുടെ എന്താ പറയുക കേടും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ കേടുമാണ് എടുത്തിട്ടുള്ളത്, സ്ട്രോബെറി ഫ്ലേവറിലുള്ള. പിന്നെ സ്ട്രോബെറിയുടെ ജാമാണിത്, കുറച്ച് ക്രഷൊക്കെ അടങ്ങിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ്, നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് പഴവും അതുപോലെ തന്നെ ഗ്രേപ്സും ആപ്പിളും അതും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അല്പം ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ ഹണി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലുള്ളൊരു ബോട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ബറിയപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതല്ല ചെയ്യുന്നത്, ഈ ഒരു OHB ഷീറ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ട് അത് ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് OHB ഷീറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും ഇല്ല, OHB ഷീറ്റും ഇല്ല, ഇതുപോലുള്ളൊരു ബോട്ടിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു OHB ഷീറ്റിലേക്ക് ഞാൻ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സഡ്
ബെറിയുടെ ആ ഒരു ഫ്ലേവറുള്ള യോഗട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ റെഡ് കളർ കാണുന്നത് ഞാൻ അല്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് റെഡ് കളർ ആഡ് ചെയ്തിട്ട് വെച്ചത് കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്തതാണ് ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ പിസ്തായുടെ ഫ്ലേവറിലുള്ള ആ ഒരു കേട്, അല്പം ഫ്രൂട്ട്സ്, അല്പം നട്ട്സ്, പിന്നെ വീണ്ടും നമ്മുടെ ആ ഒരു യെല്ലോ കളറിലുള്ള കേട്, പിന്നെ അതിന് മുകളിൽ സ്ട്രോബെറിയുടെ കേട്, അങ്ങനെ ഓരോന്നും ലെയർ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ സംഗതിയും അതിൽ ലെയർ ചെയ്ത് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും ആ രീതിയിലൊക്കെ അതിൻ്റെ ഇടയിൽ നമുക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ കളർഫുള്ളാക്കി എടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീം ബാക്കിയുള്ളതുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിൽ അല്പം ചോക്ലേറ്റ്, റെഡ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പൊരിയാവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ എന്താ പറയുക പൊരി വെച്ചിട്ടൊക്കെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതൊക്കെ ഇതിൽ വരുമ്പോൾ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇടയിലൊക്കെ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കാം. ഇനി നമുക്കിതൊന്നും മുകളിലേക്ക് പുള്ള് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് അടിപൊളിയായിട്ട് എല്ലാത്തിൻ്റെ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് വീഴുന്നതാണ്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ഈ ഒരു നല്ല മധുരമുള്ള എല്ലാ ഫ്ലേവറും അടങ്ങിയിട്ടുള്ള പലതരം ഫ്ലേവറും ഉള്ള യോഗട്ടൊക്കെ ഇതിനകത്തുള്ളതാണ്. പോരാത്തതിന് ഐസ്ക്രീമും ഉണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ കിട്ടുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള എല്ലാ ടിപ്സും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്